അൽഫോൺസ് പുത്രൻ. ഇത് ഇവനാണേലും ഭയങ്കര ഫാനാണ്. ഞാനും അത്രയും ഫാനാണ്. ഞാനാണെങ്കിൽ കൂടുതൽ ആൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ആള് വന്ന് സെറ്റിൽ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ രാത്രി സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടി ഷൂട്ടിൽ തലേദിവസം പുള്ളിയെ കാണാനൊക്കെ പോയി. ആക്ച്വലി സവിൻചേട്ടൻ സാധാരണ എല്ലാവർക്കും ഇങ്ങനെ സ്ക്രിപ്റ്റ് എടുക്കാൻ ആർട്ടിസ്റ്റിനെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പുള്ളി വന്നു നേരിടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സവിൻചേട്ടനെ വിളിച്ചിട്ട് സവിൻചേട്ടാ സ്ക്രിപ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ഞാനും വരും, ഞാനും കൂടി വന്നോട്ടെ. സവിൻചേട്ടൻ പറഞ്ഞാൽ വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് സവിൻചേട്ടൻ ഞാൻ ഇവിടെ പോയി ഫുള്ള് പ്രേമത്തിലെ പാട്ടൊക്കെ ഇട്ട് വണ്ടിയിൽ അവിടെ ചെന്നപ്പോ ഞങ്ങളും പുള്ളിയെ കണ്ട എക്സൈറ്റ്മെന്റില് ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മള് പുള്ളി എപ്പോഴാ പോയി നിങ്ങൾ സംസാരിക്കുന്ന പുള്ളി നമ്മള് അങ്ങനെ ആരും മൂന്നുപേരും സംസാരിക്കാണ്ട് മുഖത്തോട് മുഖം നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് പുള്ളി തന്നെ സംസാരിച്ചു തുടങ്ങി. പുള്ളി നമ്മള് നാളെ നിങ്ങൾ വന്നാൽ മതി, അപ്പോൾ നിങ്ങളാണ് അവിടുത്തെ പരിപാടികൾ സെറ്റ് ചെയ്യുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളൊന്നും കണക്കിലെടുക്കരുത്, എന്നെ ഒരു പുതിയ ആളായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര ഇന്നായിട്ട് സംസാരിച്ചു. നമ്മളന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. പിന്നെ പുള്ളി ലൊക്കേഷനിൽ വരുമ്പോഴാണെങ്കിലും നമ്മള് കുറെ അധികം സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും നമുക്ക് ഭയങ്കര സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ട്. വിജയ് ബാബു ചേട്ടനുണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്. അപ്പൊ എന്നാൽ പോലും ആള് വരുമ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ വേഷം തോന്നലാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമുക്കൊരു നമ്മളെ ഭയങ്കരമായിട്ട് ഓണാവും. കാരണം നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പൊ ആളുടെ പടങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കും ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യാൻ പറ്റണം, അല്ലെ പറ്റും, അല്ലെ ഇത് കൊള്ളാം പരിപാടി എന്നൊക്കെ തോന്നലായിരിക്കാം. അത്ര ഒരു സ്നേഹം ആളോട് തോന്നും. അപ്പൊ അങ്ങനെ ആള് നമ്മളൊരു പടം ആദ്യം ഡയറക്റ്റ് ചെയ്യുക, അങ്ങനെ പരിപാടി വന്നപ്പോഴത്തേക്ക് ആൾ അഭിനയിക്കാൻ വന്നപ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടും തോന്നിയായിരുന്നു. പിന്നെ ആ മൂമെന്റ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്ക് മാത്രമല്ല പേഴ്സണലി ഇപ്പം ആ സെറ്റിലുള്ള എല്ലാ ടെക്നീഷ്യന്മാരും അത്രയും ഭയങ്കര അതുപോലെ ഒരു മനുഷ്യനെ നമ്മുടെ ലൈഫിൽ കാണുക എന്ന് പറയുന്നത് വലിയ, ചിലപ്പോൾ നമ്മളങ്ങനെ നിൽക്കുന്നതും പുള്ളി നമ്മളോട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ ഒരു ഭയങ്കര അടിപൊളി മൂമെന്റ്സ് ആയിരുന്നു മൊത്തം. അതുപോലെ ഓരോരോ ആൾക്കാരും അങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു നമുക്ക്. ഇപ്പൊ ഇവര് യാഷറൊക്കെ തന്നെയാണെങ്കിൽ തന്നെ നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഇവരെ എങ്ങനെ വെച്ചൊരു പടം ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെ ഇതായിരിക്കും അങ്ങനെ ഒരു പടമാകുന്നോ, അങ്ങനെയൊന്നും നമ്മൾ ഓർത്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ വന്നപ്പോഴത്തേക്കൊക്കെ എല്ലാ മൂമെന്റ്സും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ കൂടെയുള്ള ടീമും എല്ലാം തന്നെ നമ്മളെ ഇപ്പം ഞാൻ ഡയറക്ഷൻ ടീം ആണെങ്കിലും അപ്പോൾ അത് അങ്ങനെ ഞാനൊന്നും നീയൊന്നും അങ്ങനെ ഒരു ഇതേ ഇല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര നമ്മൾ ആയിട്ട് ഇത് ഇപ്പൊ ഇവരുടെ കൂടെ ഉള്ളവരാണെന്നില്ല, ഇത് അപ്പോൾ ആണെങ്കിലും ഇവര് അങ്ങനെ നിങ്ങളോ അങ്ങനത്തെ നമ്മളെല്ലാവരും റൂമിലായിരുന്നു. നൈറ്റ് വന്ന് സ്പെൻഡ് ചെയ്യുക, കളർ ചെയ്യുക, നാളത്തെ പരിപാടി സംസാരിക്കുക. അപ്പൊ അത്രയും ഭയങ്കര ഒരു കൂട്ടായ്മയായിരുന്നു. പിന്നെ നമ്മളെ കൂടി നിന്നൊരു ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് വൈഫിന് എന്തോ ഇതായിട്ട് ഒന്ന് പുറത്ത് പോയേക്കാണ്. ആളായിരുന്നു നമ്മുടെ എടുത്തത്, കണ്ണൻ എന്ന് പറഞ്ഞു. അതും ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ ജയജയമാരെ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അങ്ങനെ ഒരു സൗഹൃദം. പിന്നെ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ധൈര്യം ഭയങ്കരമാണ്.